ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. പ്രധാനമന്ത്രി ജൻധൻ യോജന 12 വർഷം പൂർത്തിയാക്കുമ്പോൾ ഇന്നത്തെ കാലത്ത് ഒരു വ്യക്തിയുടെ സാമ്പത്തിക ഭദ്രതയ്ക്ക് ആവശ്യമായ പ്രധാനപ്പെട്ട സാമ്പത്തിക ഘടകമാണ് ബാങ്ക് അക്കൗണ്ട്. ഇന്ന് സ്വന്തമായി ബാങ്ക് അക്കൗണ്ട് ഉള്ളവരാണ് ഭൂരിഭാഗം പേരും. പണം സുരക്ഷിതമായി വയ്ക്കാൻ മാത്രമല്ല, ഒരു തുക പലിശയായി ലഭിക്കുകയും ചെയ്യുന്നു. ബാങ്ക് അക്കൗണ്ടുകൾ ഇല്ലാതിരുന്ന പഴയകാലത്ത് പരസ്പര വിശ്വാസമായിരുന്നു സമ്പാദ്യത്തിന്റെയും കടത്തിന്റെയും അടിസ്ഥാനം. പണം വീടുകളിൽ സുരക്ഷിതമായ പെട്ടികളിലോ മൺകലങ്ങളിലോ സൂക്ഷിച്ചു പോന്നു. എന്നാൽ അടിയന്തര ഘട്ടങ്ങളിൽ പണത്തിനുവേണ്ടി പലിശക്കാരെ ആശ്രയിക്കേണ്ടി വന്നത് വലിയ സാമ്പത്തിക കെണിയിലാക്കി. നമ്മുടെ രാജ്യത്തും ഒരു ദശാബ്ദക്കാലം മുൻപ് വരെ ഔപചാരിക സാമ്പത്തിക സേവനങ്ങൾ ലഭ്യമല്ലാത്ത പ്രദേശങ്ങളിലെ ജനങ്ങൾ അനൗപചാരിക വായ്പാദാതാക്കളിൽ നിന്ന് ഉയർന്ന പലിശ നിരക്കിൽ പണം കടമെടുത്തു പോന്നു. ഇത് അവരെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ അല്ലെങ്കിൽ കടക്കെണിയിൽ പെടുത്തുന്നു. ഇത്തരം സാഹചര്യങ്ങളിലാണ് സ്വന്തമായി ബാങ്ക് അക്കൗണ്ട് ഉണ്ടാകേണ്ടതിന്റെ ആവശ്യം എടുത്തു പറയേണ്ടത്. ഒരു കുടുംബത്തിൽ ചുരുങ്ങിയത് ഒരു ബാങ്ക് അക്കൗണ്ടെങ്കിലും ഉണ്ടായിരിക്കണം എന്ന ലക്ഷ്യത്തോടെ രാജ്യത്ത് ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി ജൻധൻ യോജന PMJDY. 2014 ഓഗസ്റ്റ് 15 പ്രഖ്യാപിച്ച പദ്ധതിക്ക് ഓഗസ്റ്റ് 28 പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. ആദ്യ ദിവസത്തിൽ തന്നെ 1.5 കോടി ബാങ്ക് അക്കൗണ്ടുകൾ പുതുതായി തുറന്നു. പ്രധാനമന്ത്രി ജൻധൻ യോജന സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന പൌരന്മാർക്ക് സാമ്പത്തിക അന്തസ്സും സ്വയം പര്യാപ്തതയും സ്വന്തം ഭാവി രൂപപ്പെടുത്താനുള്ള ശേഷിയും ഉറപ്പാക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. സാമ്പത്തിക ഉൾപ്പെടുത്തൽ പ്രക്രിയയിലൂടെ ഏറ്റവും താഴെത്തട്ടിലുള്ളവരിലേക്കും സേവനങ്ങൾ എത്തിക്കുന്നത് രാജ്യം മുഴുവൻ ഒന്നിച്ചു മുന്നേറാൻ സഹായിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇടനിലക്കാരെ ഒഴിവാക്കിക്കൊണ്ടും സർക്കാർ ക്ഷേമ പദ്ധതികളുടെ വിതരണത്തിലുണ്ടാകുന്ന ചോർച്ച തടഞ്ഞുകൊണ്ടും നേരിട്ടുള്ള ആനുകൂല്യ കൈമാറ്റ സംവിധാനത്തിന് ഈ സംരംഭം ഒരു അടിസ്ഥാനമായി വർത്തിക്കുന്നതായും ശ്രീ മോദി പറഞ്ഞു. ये आज खुशी की बात है कि आज बहुत सारे रिकॉर्ड ब्रेक हो रहे हैं. शायद इंश्योरेंस कंपनी के इतिहास में एक ही दिन में 1.5 करोड़ लोगों का अकस्मात बीमा, दुर्घटना बीमा 1 लाख रुपए का प्रति व्यक्ति का शायद इंश्योरेंस कंपनी के जन्म से आज तक कभी नहीं हुआ होगा. ये अपने आप में एक बहुत बड़ा रिकॉर्ड है. बैंकिंग क्षेत्र के इतिहास में भी एक दिवस में 1.5 करोड़ नागरिकों के खाते खुलना, ये शायद बैंकिंग इतिहास का भी एक बहुत बड़ा रिकॉर्ड होगा. ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത രാജ്യത്തെ ഓരോ മുതിർന്ന വ്യക്തിക്കും ബാങ്ക് അക്കൗണ്ട്, സാമ്പത്തിക ഐഡന്റിറ്റി, ക്രെഡിറ്റ്, ഇൻഷുറൻസ്, പെൻഷൻ തുടങ്ങിയ അവശ്യ സേവനങ്ങൾ ലഭ്യമാക്കുക എന്നിവ ലക്ഷ്യമിട്ട് നാഷണൽ മിഷൻ ഫോർ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന പേരിൽ ആരംഭിച്ച പ്രധാനമന്ത്രി ജൻധൻ യോജന ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ഉൾപ്പെടുത്തൽ സംരംഭമാണ്. ഒരു വ്യക്തിയുടെ ഉപജീവന യാത്രയുടെ അടിസ്ഥാനപരമായ അടിത്തറയാണ് ബാങ്കിംഗ് എന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു. 16 വയസ്സിന് മുകളിലുള്ള യുവാക്കളെ ലക്ഷ്യമിട്ട് 2026 ഒക്ടോബർ 2 മുതൽ 1 മാസം നീണ്ടു നിൽക്കുന്ന ബാങ്കിംഗ് ഫോർ യൂത്ത് എന്ന പ്രത്യേക പ്രചാരണ പരിപാടി ആരംഭിക്കുന്നതിന് പൊതുമേഖലാ ബാങ്കുകളോട് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ആഹ്വാനം ചെയ്തു. ന്യൂഡൽഹിയിൽ PSB കോൺഫ്ലുവൻസ് 2026 എന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അവർ. I would like the public sector banks to consider launching a focused month-long Banking for Youth campaign commencing 2nd October 2026 Mahatma Gandhi Jayanti, with particular outreach to young citizens above 16 years of age. The campaign should actively reach young people at the start of their financial journey, bring them into formal banking system and establish an early meaningful connection. സാമ്പത്തിക സേവനങ്ങൾ ലഭ്യമാകാത്ത ദുർബല വിഭാഗങ്ങൾക്കും കുറഞ്ഞ വരുമാനക്കാർക്കും അടിസ്ഥാന സേവിംഗ്സ് ബാങ്ക് അക്കൗണ്ട്, ആവശ്യാനുസൃത വായ്പ, പണം അയക്കാനുള്ള സൗകര്യം, ഇൻഷുറൻസ്, പെൻഷൻ തുടങ്ങിയ സാമ്പത്തിക സേവനങ്ങൾ ഉറപ്പാക്കുക എന്നതും പ്രധാനമന്ത്രി ജൻധൻ യോജനയുടെ ലക്ഷ്യമാണ്.
രാജ്യത്തെ മുഴുവൻ കുടുംബങ്ങളെയും ഉൾപ്പെടുത്തി സമഗ്രമായ സാമ്പത്തിക ഉന്നമനം കൊണ്ടുവരാൻ ലക്ഷ്യമിട്ടുള്ള ദേശീയ ദൌത്യമാണ് PMJDY. ബാങ്കിംഗ് എന്നത് വിദൂര സ്വപ്നമായിരുന്ന ഗ്രാമപ്രദേശങ്ങളിലെ പ്രത്യേകിച്ച് പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിന് ബാങ്ക് മിത്രങ്ങൾ വഴി ബാങ്കിംഗ് സേവനങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാകും. സാർവത്രിക ബാങ്കിംഗ് ലഭ്യതയാണ് പ്രധാനമന്ത്രി ജൻധൻ യോജന വിഭാവനം ചെയ്യുന്നത്. കൊല്ലം ജില്ലയിലെ ലീഡ് ബാങ്കായ ഇന്ത്യൻ ബാങ്ക് മാനേജർ അജിത് കുമാർ വാർത്താ തരംഗിണിയോട്. പ്രധാനമന്ത്രി ജൻധൻ യോജന ഇന്ത്യയുടെ ദേശീയ ദൗത്യമായ സാമ്പത്തിക ഉൾപ്പെടുത്തലിനും ബാങ്കിംഗ് സേവനങ്ങൾ സാർവത്രികമായി ലഭ്യമാക്കുന്നതിനാണ്. ഇന്ത്യയിലെ പ്രായപൂർത്തിയായ ബാങ്കിംഗ് സൗകര്യമില്ലാത്ത ഏതൊരു വ്യക്തിക്കും അക്കൗണ്ട് തുറക്കാം. ആധാർ KYC വഴിയാണ് പ്രാഥമികമായി പരിശോധന നടത്തുന്നത്. ആധാർ ലഭ്യമല്ലെങ്കിൽ വോട്ടർ ID, ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലെങ്കിൽ പാസ്പോർട്ട് പോലുള്ള ഔദ്യോഗികമായ സാധുതയുള്ള മറ്റു രേഖകൾ സ്വീകരിക്കുക. സീറോ ബാലൻസ് ബേസിക് സേവിംഗ് അക്കൗണ്ടുകൾ, 2 ലക്ഷം രൂപ അപകട ഇൻഷുറൻസ് ഉള്ള ₹1 പേ ഡെബിറ്റ് കാർഡ്, 10,000 വരെയുള്ള ഓവർ ഡ്രാഫ്റ്റ് സൗകര്യം എന്നിവ ഇതിനോടൊപ്പം ലഭ്യമാണ്. അക്കൗണ്ട് ഉടമകൾ ശരാശരി അല്ലെങ്കിൽ മിനിമം ബാലൻസ് നിലനിർത്തേണ്ടതില്ല. അക്കൗണ്ടിൽ സൂക്ഷിക്കുന്ന പണത്തിന് പതിവായി സേവിംഗ് പലിശ ലഭ്യമാണ്. ഈ അക്കൗണ്ടുകൾക്ക് പുറമെ ഒരു ഡെബിറ്റ് കാർഡ് കൂടി ലഭ്യമാണ്. ഈ ഡെബിറ്റ് കാർഡിന് 2 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ ലഭ്യമാണ്. യോഗ്യരായ കുടുംബങ്ങൾക്ക് 10,000 വരെ ഹ്രസ്വകാല വായ്പ ലഭിക്കും. സാധാരണയായി കുടുംബത്തിലെ ഒരു സ്ത്രീക്ക് മുൻഗണന നൽകുന്നു. സർക്കാർ സബ്സിഡികൾ, പെൻഷൻ, ക്ഷേമ പദ്ധതികൾ എന്നിവ ജൻധൻ ആധാർ അക്കൗണ്ടുകൾ വഴി സംയോജിപ്പിച്ചിരിക്കുന്നു. പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന, പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന, അടൽ പെൻഷൻ യോജന തുടങ്ങിയ പദ്ധതികൾ ഈ അക്കൗണ്ടുകൾ ഉപയോഗിച്ച് ഉപയോഗപ്പെടുത്താവുന്നതാണ്. സാമ്പത്തിക ഉൾപ്പെടുത്തൽ ക്യാമ്പയിന്റെ ഭാഗമായി ഒരു ആഴ്ചയിൽ 1,80,96,130 ബാങ്ക് അക്കൗണ്ടുകൾ തുറന്ന് പ്രധാനമന്ത്രി ജൻധൻ യോജന ഗിന്നസ് ലോക റെക്കോർഡ് സ്ഥാപിച്ചു. രാജ്യവ്യാപകമായുള്ള സാമ്പത്തിക ഉൾപ്പെടുത്തൽ ക്യാമ്പയിന്റെ ഭാഗമായി 2014 ഓഗസ്റ്റ് 23-നും 29-നും ഇടയിലുള്ള കാലയളവിലാണ് രാജ്യം ഈ നേട്ടം കൈവരിച്ചത്. രാജ്യത്തുടനീളം സാമ്പത്തിക ഉൾപ്പെടുത്തൽ വർദ്ധിപ്പിക്കുന്നതിന് പ്രധാനമന്ത്രി ജൻധൻ യോജന ഗണ്യമായ സംഭാവന നൽകി. കൂടാതെ സർക്കാർ പദ്ധതികൾക്ക് നേരിട്ടുള്ള ആനുകൂല്യ കൈമാറ്റം, ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സാധ്യമാക്കുന്നതിലൂടെ ഇടനിലക്കാരെ ഒഴിവാക്കിക്കൊണ്ട് നിരവധി സാമ്പത്തിക ക്ഷേമ സംരംഭങ്ങൾക്ക് അടിത്തറ പാകി. തിരുവനന്തപുരം IISTയിലെ സാമ്പത്തിക ശാസ്ത്രം പ്രൊഫസർ ഡോക്ടർ ഷൈജിമോൻ CS വാർത്താ തരംഗിണിയോട്. ഭാരതത്തിന്റെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ തന്നെ മാറ്റിമറിച്ച ഒരു ഉദ്യമമായിരുന്നു ഓഗസ്റ്റ് 28 2014 ആരംഭിച്ച പ്രൈം മിനിസ്റ്റേഴ്സ് ജൻധൻ യോജന. ഇത് പ്രകാരം ഗ്രാമപ്രദേശങ്ങളിലെ സാധാരണക്കാരായ ആൾക്കാർക്ക് ബാങ്കുകളിൽ സീറോ ബാലൻസ് അക്കൗണ്ട് തുടങ്ങാനും അതുവഴി അവരുടെ സേവിങ്സ് ഹാബിറ്റ് മൊബിലൈസ് ചെയ്യുന്നതിനും വേണ്ടിയാണ് ഇത് തുടങ്ങിയത്. 12 വർഷം പൂർത്തിയാകുമ്പോഴേക്കും വളരെ വലിയ മാറ്റമാണ് ജൻധൻ അക്കൗണ്ടുകൾ ഭാരതത്തിന്റെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്ക് മാറ്റിയിരിക്കുന്നത്. 58 കോടിയോളം അക്കൗണ്ടുകളാണ് ഇത്തരത്തിൽ ക്രിയേറ്റ് ചെയ്തത്. ഏകദേശം 3 ലക്ഷം കോടി രൂപയുടെ സമ്പാദ്യമാണ് ഇത് സ്വരൂപിച്ചിരിക്കുന്നത്. ഇതിൽ പ്രത്യേകമായി എടുത്തു പറയേണ്ടത് 56% അക്കൗണ്ട് ഉടമകളും സ്ത്രീകൾ എന്നുള്ളതാണ്. നാരീ ശക്തിയെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയും കൂടിയാണ് ഈ ജൻധൻ അക്കൗണ്ടുകൾ തുടങ്ങിയിരിക്കുന്നത്. ഇതുവഴി രാജ്യത്തിൻ്റെ തന്നെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയിലുണ്ടായിരുന്ന ഏകദേശം വളരെ വലിയ ഇൻഫോർമൽ ഡെറ്റുകളെല്ലാം കുറയ്ക്കാനും അത് ഫോർമലാക്കാനും ഏറ്റവും നല്ല രീതിയിൽ സമ്പാദ്യത്തെ ക്രയവിക്രയം ചെയ്യാനും കൂടാതെ തന്നെ അവരുടെ ആവശ്യങ്ങൾക്ക് ബാങ്കിങ് സേവനങ്ങൾ ഉപയോഗിക്കാനും അവർ പഠിക്കുകയും അതുവഴി സമ്പാദ്യശീലം വളർത്തുകയും ചെയ്യും. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ പാവപ്പെട്ടവരിൽ ചെറിയ രീതിയിൽ സമ്പാദ്യങ്ങൾ വളർത്തുമ്പോഴാണ് അവർ ഭാവിയെപ്പറ്റി ചിന്തിക്കുന്നതും. അത്തരത്തിൽ പ്രൈം മിനിസ്റ്റേഴ്സ് ജൻധൻ യോജന എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ ഭാവിയെപ്പറ്റി ചിന്തിക്കാനും റൂറൽ ഇക്കോണമിയെ ട്രാൻസ്ഫോം ചെയ്യിക്കാനും വളരെ വലിയ മാറ്റം വരുത്തി എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. രാജ്യത്തിൻ്റെ ജനസംഖ്യയുടെ ഏകദേശം 1/3 വിഭാഗം ആൾക്കാരും ജൻധൻ അക്കൗണ്ടുകളിൽ എടുത്തു എന്ന് പറയുന്നത് തന്നെ വളരെ വലിയൊരു മുന്നേറ്റമാണ് 12 വർഷം കൊണ്ട് നടത്തിയിരിക്കുന്നത്. PMJDY അക്കൗണ്ട് ഉടമയ്ക്ക് നൽകുന്ന റുപേ കാർഡിനൊപ്പം 1 ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസ് പരിരക്ഷയും ലഭിക്കുന്നു. 2018 ഓഗസ്റ്റ് 28-ന് ശേഷം തുറന്ന പുതിയ PMJDY അക്കൗണ്ടുകൾക്ക് ഇത് 2 ലക്ഷം രൂപയായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അർഹരായ അക്കൗണ്ട് ഉടമകൾക്ക് 10,000 രൂപ വരെ ഓവർ ഡ്രാഫ്റ്റ് സൗകര്യം ലഭ്യമാണ്. PMJDY അക്കൗണ്ടിലൂടെ മറ്റു പദ്ധതികളായ പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന,
പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന, അടൽ പെൻഷൻ യോജന, മുദ്ര പദ്ധതി എന്നിവയുടെ ആനുകൂല്യങ്ങളും ലഭിക്കുന്നു. പാലക്കാട് സാമ്പത്തിക സാക്ഷരതാ കോർഡിനേറ്ററും പ്രധാനമന്ത്രി ജൻധൻ അക്കൌണ്ട് ഉടമയുമായ എം ബിന്ദു. സെന്റർ ഫോർ ഫിനാൻഷ്യൽ ലിറ്ററസി കൗൺസിലർ പാലക്കാട് ചിറ്റൂര് ബ്ലോക്കിന്റെ കോർഡിനേറ്ററാണ് ഞാൻ. പ്രധാനമായും ഫിനാൻഷ്യൽ ലിറ്ററസി, സാമ്പത്തിക സാക്ഷരതയും സൈബർ ക്രൈം അവയർനെസ്സുമാണ് ഫീൽഡിൽ ഗ്രാസ് റൂട്ട് ലെവലിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. കൂടാതെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അനുവദിക്കുന്ന ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിനെ അകപ്പെടാതിരിക്കാനുള്ള അവയർനെസ് നോട്ടീസുകളും നൽകി വരുന്നു. അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റ് നബാർഡിലൂടെ നടപ്പിലാക്കുന്ന ധാരാളം പദ്ധതികളെ കുറിച്ചുള്ള ഒരു വിവരണവും നൽകുന്നതാണ് ഈ സെന്റർ ഫോർ ഫിനാൻഷ്യൽ ലിറ്ററസി എന്ന വിഭാഗത്തിന്റെ പ്രധാന ജോലികൾ. ഏകദേശം 6 ലക്ഷത്തോളം PMJDY പ്രധാനമന്ത്രി ജൻധൻ യോജന അക്കൗണ്ട്സ് ആണ് നമ്മുടെ പാലക്കാട് നിലവിൽ ഇപ്പോൾ ഉള്ളത്. 0 ബാലൻസിൽ നമുക്ക് ഈ അക്കൗണ്ട് തുറക്കാൻ പറ്റുന്നതാണ്. 2 ലക്ഷം രൂപ അപകട മരണ ഇൻഷുറൻസ് ഉള്ള ഒരു റൂപേ ഡെബിറ്റ് കാർഡ് അനുവദിക്കുന്നുണ്ട്. 30,000 രൂപ വരെ ലൈഫ് പരിരക്ഷയും ലഭിക്കുന്നുണ്ട്. ഇത് നേരത്തെ അക്കൗണ്ട് തുറന്നുള്ള യോഗ്യരായ അക്കൗണ്ട് ഉടമകൾക്ക് മാത്രമാണ് ഈ ഒരു പരിരക്ഷയുള്ളത്. 6 മാസത്തെ വളരെ തൃപ്തികരമായ പ്രവർത്തനം നടത്തുന്നവർക്ക്, അതും യോഗ്യരായ അക്കൗണ്ട് ഉടമകൾക്ക് മാത്രം 10,000 രൂപ വരെ ഓവർ ഡ്രാഫ്റ്റ് ലഭിക്കും. ഈ മറ്റു അക്കൗണ്ടുകൾ പോലെ തന്നെ എല്ലാ ഗുണങ്ങളും ഉള്ള ഒരു അക്കൗണ്ടാണിത്. ഗ്യാസിന്റെ സബ്സിഡി വരുവാനും അതുപോലെ മറ്റു പ്രവർത്തനങ്ങൾക്കും എല്ലാം നമുക്ക് ഈ അക്കൗണ്ട് ഉപയോഗിക്കാം. ഇതിൽ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു അക്കൗണ്ടാണ് ജൻധൻ യോജന അക്കൗണ്ട്. ഇന്ത്യയിലെ ഡിജിറ്റൽ പേയ്മെന്റ് വിപ്ലവത്തിന്റെ നാഴികക്കല്ലാണ് PMJDY. റുപേ കാർഡുകൾ പണരഹിത ഇടപാടുകൾക്ക് വഴിയൊരുക്കി. ആഗോളതലത്തിൽ തത്സമയ പേയ്മെന്റുകളിൽ ഇന്ത്യ ഇപ്പോൾ മുന്നിലാണ്. ദശലക്ഷക്കണക്കിന് ജനങ്ങളെ ഔപചാരിക ബാങ്കിംഗ് സംവിധാനത്തിലേക്ക് കൊണ്ടുവരുന്നതിൽ പ്രധാനമന്ത്രി ജൻധൻ യോജന നിർണായക പങ്ക് വഹിക്കുന്നു. 2026 ഓഗസ്റ്റ് 28-ന് പദ്ധതി 12 വർഷം പൂർത്തിയാക്കുമ്പോൾ ഗ്രാമീണ അക്കൌണ്ട് ഉടമസ്ഥതയിലെ വർധന മുതൽ ഡിജിറ്റൽ ഇടപാടുകളിലെ കുതിച്ചുചാട്ടം വരെയുള്ള നേട്ടങ്ങൾ രാജ്യവ്യാപകമായി ദൃശ്യമാണ്. രാജ്യത്തിന്റെ സമ്പദ്ഘടനയിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന പുരോഗമനപരമായ മാറ്റത്തിന്റെ പ്രതിഫലനമാണിത്. കോഴിക്കോട് SM സ്ട്രീറ്റിൽ വ്യാപാര സ്ഥാപനം നടത്തുന്ന സയ്യിദ് റജി. പ്രധാനമന്ത്രി ഒരു 0 ബാലൻസിലൊക്കെ ഒരു ബിസിനസ്സായിരിക്കും ഒരു അക്കൗണ്ട് തുടങ്ങാൻ വെച്ചാലും ബിസിനസ്സിനെ കൂടുതൽ മെച്ചപ്പെടുത്തുന്ന വെച്ചാലും ബിസിനസ് ടീമിനെ ഏറ്റവും നല്ല മെച്ചപ്പെടുത്തുന്ന എന്തിനും സഹായിക്കാൻ കൂട്ടത്തിൽ ഇൻട്രസ്റ്റ് ഒക്കെ കുറച്ചിട്ടും ബാങ്കിന്റെ എന്ത് ആവശ്യം വെച്ചാലും ബിസിനസ്സായിരിക്കും ഗുണമുള്ള എല്ലാ കാര്യങ്ങൾക്കും ബിസിനസ്സുകാർ ഒരുമിച്ചുണ്ടാവും. ബിസിനസ് കൊണ്ടാണ് നികുതി, ടാക്സ് ഒക്കെ ബിസിനസ് കൊണ്ടാണ് സർക്കാരും ബാക്കിയുള്ളവർക്കും ഒക്കെ ശമ്പളം കൊടുക്കാനൊക്കെ കഴിയുന്നത്. അപ്പം നല്ല രീതിയിൽ ഇങ്ങനത്തെ ഓരോ പദ്ധതികൾ സർക്കാർ ഇനിയും കൊണ്ടുവരട്ടെ. ഇനിയും ഓരോ പരിപാടികൾ ഇത് ബിസിനസ്സുകാർക്ക് ഗുണമുള്ള എല്ലാ കാര്യങ്ങളും വെച്ചാലും കുറേ ബിസിനസ്സുകാർ എന്താ പറയുക വലിയ നിലയിലെത്തും. നല്ല നല്ല ഗുണങ്ങളുള്ള കാര്യങ്ങൾ ഏത് സർക്കാർ ആയിക്കോട്ടെ കൊണ്ടുപോയി തന്നു കഴിഞ്ഞാൽ വലിയ ഗുണമാണ്. 2015-ൽ 14.72 കോടിയായിരുന്ന അക്കൗണ്ടുകൾ 2025 ഓഗസ്റ്റ് ആയപ്പോൾ 56.16 കോടിയിലധികമായി വളർന്നു. ജൻധൻ അക്കൗണ്ടുകളിൽ പകുതിയിലേറെയും സ്ത്രീകളുടേതാണ് എന്നത് സാമ്പത്തിക ലഭ്യതയിൽ ലിംഗസമത്വം പ്രോത്സാഹിപ്പിക്കുന്നതിൽ പദ്ധതിയുടെ പങ്ക് എടുത്തുകാണിക്കുന്നു. സാമൂഹിക സുരക്ഷാ പദ്ധതികളും ക്രെഡിറ്റ് പദ്ധതികളും ലഭ്യമാകുന്നത് സ്ത്രീകൾക്കും അസംഘടിത മേഖലയിലുള്ളവർക്കും വളരെ ഉപകാരപ്രദമാണ്. പ്രധാനമന്ത്രി ജൻധൻ യോജന 12 വർഷം പൂർത്തിയാക്കുമ്പോൾ ഈ സംരംഭം രാജ്യത്തിന്റെ സാമ്പത്തിക ആവാസ വ്യവസ്ഥയെ ഗണ്യമായി പരിവർത്തനം ചെയ്തിട്ടുണ്ടെന്ന് വ്യക്തമാണ്. ബാങ്ക് സൗകര്യമില്ലാത്തവരെ ഔപചാരിക ബാങ്കിംഗ് സംവിധാനത്തിലേക്ക് കൊണ്ടുവരിക മാത്രമല്ല, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സാമ്പത്തിക വികസനത്തിനുള്ള ശക്തമായ അടിത്തറ സ്ഥാപിക്കുകയും ചെയ്തു. 30 കോടിയോളം വനിതാ ഗുണഭോക്താക്കൾ ഉൾപ്പെടെ 56 കോടിയിലധികം അക്കൗണ്ടുകൾ തുറന്നതോടെയും ഗണ്യമായ നിക്ഷേപങ്ങളിലൂടെയും റുപേ ഡെബിറ്റ് കാർഡുകളുടെ വിപുലമായ വിതരണത്തിലൂടെയും പദ്ധതി ഏറ്റവും വിദൂര പ്രദേശങ്ങളിൽ പോലും എത്തുകയും ദശലക്ഷക്കണക്കിന് ആളുകളെ, പ്രത്യേകിച്ച് പിന്നാക്ക പശ്ചാത്തലങ്ങളിൽ നിന്നുള്ളവരെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. വിവിധ സർക്കാർ ക്ഷേമ പദ്ധതികളുമായി PMJDY അക്കൗണ്ടുകളെ തടസ്സമില്ലാതെ സംയോജിപ്പിക്കുന്നത് സാമ്പത്തിക ഉൾപ്പെടുത്തലിനെ കൂടുതൽ ശക്തിപ്പെടുത്തുകയും ആനുകൂല്യങ്ങൾ നേരിട്ട് സ്വീകർത്താക്കൾക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നു. സാർവത്രിക സാമ്പത്തിക ലഭ്യതയിലൂടെ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയിൽ പൗരന്മാരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നു. ഇതിനെല്ലാം ഉപരിയായി വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിൽ ഓരോ വ്യക്തിയുടെയും പങ്ക് ഉറപ്പാക്കുകയാണ് പ്രധാനമന്ത്രി
പ്രധാനമന്ത്രി ജൻധൻ യോജന എന്ന ദേശീയ ദൌത്യം. വാർത്താ തരംഗിണി സമാപിക്കുന്നു. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് സുവർണ. വാർത്താ തരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക്.